നിശബ്ദമായ ഒരു സാമ്പത്തിക വിപ്ലവം നടക്കുന്നുണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ. സ്വർണം എന്നും ഒരു സുരക്ഷിത നിക്ഷേപമാണെന്ന് നമ്മൾ ഇന്ത്യക്കാർക്ക് ആരും പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ഇത്തരത്തിൽ പൊട്ടും പൊടിയും ഉൾപ്പെടെ ഇന്ത്യക്കാർ അവരുടെ കൈവശം സ്വരുക്കൂട്ടി വെച്ച സ്വർണത്തിന്റെ ആകെ തുക ഒന്നെടുത്താൽ ശരിക്കും ഞെട്ടും. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലെ തന്നെ നിർണായക പങ്കായി ഈ സ്വർണ്ണ സമ്പാദ്യം മാറിയിരിക്കുന്നു. മോർഗൻ സ്റ്റാൻലിയുടെ ഏറ്റവും പുതിയ വിലയിരുത്തലുകൾ പ്രകാരം ഇന്ത്യൻ കുടുംബങ്ങളുടെ കൈവശമുള്ള സ്വർണ്ണ ശേഖരത്തിന്റെ മൂല്യം ഇന്ന് 333.50 ലക്ഷം കോടി രൂപ, അതായത് ഏകദേശം $3.8 ട്രില്യൺ എത്തി നിൽക്കുന്നു എന്നാണ്. ഇത് ഇന്ത്യയുടെ GDP-യുടെ തന്നെ 89% വരുന്ന ഒരു സമാന്തര സമ്പദ് വ്യവസ്ഥയാണ്. ഇന്ത്യൻ കുടുംബങ്ങളുടെ കൈവശം 2025 ജൂൺ വരെയുള്ള കണക്കനുസരിച്ച് ഏകദേശം 34,600 ടൺ സ്വർണമുണ്ടെന്നാണ് മോർഗൻ സ്റ്റാൻലി കണക്കാക്കുന്നത്. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയുടെ അടിത്തറയായി തന്നെ മാറിയിരിക്കുകയാണ് ഈ സ്വർണ്ണ സമ്പാദ്യം. സ്വർണത്തിന്റെ വിലയിലുണ്ടായ ഈ കുതിച്ചുചാട്ടമാണ് ട്രില്യൺ മൂല്യത്തിന്റെ സമ്പാദ്യം എന്ന കണക്കിലേക്ക് എത്തിച്ചത്. ആഗോളതലത്തിൽ 2025 സ്വർണ്ണവില 54.6% വർദ്ധിച്ചപ്പോൾ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടായ 3.8% ഇടിവ് ആഭ്യന്തര വിപണിയിൽ ഈ വർധനവിന് കൂടുതൽ ആക്കം കൂട്ടി. അന്താരാഷ്ട്ര വിപണിയിൽ ഒരു ഔൺസ് സ്വർണത്തിന്റെ വില $4,000 മുകളിലെത്തി. രൂപയുടെ മൂല്യത്തകർച്ച കൂടി കണക്കിലെടുത്തപ്പോൾ ആഭ്യന്തര വിപണിയിലെ വർധനവ് 62%-ലേറെയായി. ഒരു പവൻ സ്വർണത്തിന് 1 ലക്ഷം രൂപ കടന്ന് 10 ഗ്രാമിന് 1,27,000 രൂപ എന്ന റെക്കോർഡ് നിലയിൽ എത്തിയിരിക്കുന്നു. ഈ വില വർധനവ് ഇന്ത്യൻ കുടുംബങ്ങളുടെ കൈവശമുള്ള സ്വർണത്തിന്റെ മൂല്യം ഓഹരി നിക്ഷേപത്തിന്റെ 3.1% മടങ്ങ് വലുതാക്കി. അതായത് കുടുംബങ്ങളുടെ ഓഹരി നിക്ഷേപം $1,185 ബില്യൺ ആണെങ്കിൽ സ്വർണത്തിന്റെ മൂല്യം ഇതിനേക്കാൾ 3 മടങ്ങ് അധികമാണ്. സ്വർണവുമായി ഇന്ത്യക്കാർക്ക് ഒരു വൈകാരിക ബന്ധമാണ്. ഒരു വിവാഹമോ മറ്റോ എത്തുമ്പോൾ ഒരു മനുഷ്യന്റെ ആയുസ്സിന്റെ സമ്പാദ്യം തന്നെ സ്വർണത്തിൽ നിക്ഷേപിക്കും. സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ ഏറ്റവും ആദ്യം ഗുണപ്രദമാകുന്നത് സ്വർണം തന്നെയാണ്. ബാങ്കിംഗ് സംവിധാനങ്ങൾ ശക്തമല്ലാതിരുന്ന കാലത്തും ദാരിദ്ര്യവും പ്രകൃതി ദുരന്തങ്ങളും പതിവായിരുന്നപ്പോഴും കുടുംബങ്ങൾക്ക് കൈവശം വയ്ക്കാവുന്ന ഏറ്റവും എളുപ്പത്തിൽ പണമാക്കി മാറ്റാവുന്നതുമായ ആസ്തിയായിരുന്നു സ്വർണം. ഈ ചരിത്രപരമായ വിശ്വാസം ഇന്നും നിലനിൽക്കുന്നുണ്ട്. സ്വർണ്ണവില കുതിച്ചുയരുമ്പോൾ പൊതുവെ ഉപഭോഗം കുറയേണ്ടതാണ്. എന്നാൽ ഇന്ത്യൻ വിപണിയിൽ ഉപഭോഗത്തിന് ഒരു കുറവും വന്നിട്ടില്ല. 2021 മുതൽ വാർഷിക സ്വർണ്ണ ഉപഭോഗം 750 മുതൽ 840 ടണ്ണിനിടയിൽ സ്ഥിരമായി നിലനിൽക്കുന്നുണ്ട്. 2011 ജൂണിൽ രേഖപ്പെടുത്തിയ 1,145 ടൺ എന്ന റെക്കോർഡ് ഉപഭോഗത്തേക്കാൾ ഇത് പക്ഷേ വളരെ കുറവാണ്. അതിസമ്പന്നരല്ലാത്ത സാധാരണ ഉപഭോക്താക്കൾ വിലവർധനവിനെ തുടർന്ന് വാങ്ങൽ താൽക്കാലികമായി കുറച്ചെങ്കിലും ആഭരണങ്ങളോടുള്ള സാംസ്കാരികപരമായ ഡിമാൻഡും ഉയർന്ന വരുമാനമുള്ളവരുടെ നിക്ഷേപപരമായ ആവശ്യങ്ങളും ഉപഭോക്താക്കളുടെ ആകെ തുകയിൽ കുറവ് വരുത്തിയിട്ടില്ല. മാത്രമല്ല, സ്വർണത്തിൽ ചെലവഴിക്കുന്ന പണത്തിന്റെ മൂല്യം കുത്തനെ ഉയർന്നിട്ടുമുണ്ട്. അതായത് ഒരു ഉപഭോക്താവ് 50,000 രൂപ നൽകി 10 ഗ്രാം വാങ്ങിയ സ്ഥാനത്ത് അതേ 50,000 രൂപ നൽകി 4 ഗ്രാം മാത്രമാണ് ഇപ്പോൾ വാങ്ങാൻ കഴിയുന്നതെങ്കിലും മൊത്തം വാങ്ങൽ മൂല്യം വർദ്ധിക്കുന്നത് ഉപഭോഗം കുറയുന്ന പ്രവണതയെ മൂല്യത്തിന്റെ കാര്യത്തിൽ മറികടക്കുന്നുണ്ട്. ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ സ്വർണ്ണ ഉപഭോക്താവാണ് ഇന്ത്യ. ചൈനയാണ് 1-ാം സ്ഥാനത്ത്. ഇന്ത്യയുടെ സ്വർണ്ണ ഡിമാൻഡിന്റെ 2/3 ഭാഗവും ഇപ്പോഴും ആഭരണങ്ങൾക്കാണ്. എന്നിരുന്നാലും നിക്ഷേപ ആവശ്യങ്ങൾക്കായുള്ള സ്വർണ്ണ ഉൽപ്പന്നങ്ങളുടെ, അതായത് ബാറുകളുടെയും നാണയങ്ങളുടെയും പങ്ക് ഉയരുകയാണ്. 5 വർഷം മുൻപ് 2020 ജൂണിൽ 23.9% ആയിരുന്നത് 2025 ജൂണിൽ 32% ഉയർന്നു. ഇന്ത്യൻ നിക്ഷേപകരുടെ ചിന്താഗതിയിലെ മാറ്റത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. സ്വർണം എന്നത് അണിയാനുള്ളത് എന്നതിനേക്കാൾ ഉപരി മൂല്യം നിലനിർത്താനുള്ള ഒരു സാമ്പത്തിക ആസ്തിയാണെന്ന തിരിച്ചറിവാണ് ഈ വർധനവിന് കാരണം. ഇന്ത്യയുടെ ആഭ്യന്തര സ്വർണ്ണ ഉൽപാദനം മൊത്തം ആവശ്യകതയുടെ കേവലം 2% മാത്രമാണ്. അതുകൊണ്ട് തന്നെ സ്വിറ്റ്സർലാൻഡ്, UAE, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയെ ഇന്ത്യ വൻതോതിൽ ആശ്രയിക്കുന്നു. ചൈന കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ സ്വർണ്ണ ഇറക്കുമതി രാജ്യവും ഇന്ത്യയാണ്. ഇത് രാജ്യത്തിന്റെ കറന്റ് അക്കൗണ്ട് കമ്പനിയിൽ കാര്യമായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. പല തരത്തിലുള്ള രാഷ്ട്രീയ സാമൂഹിക പ്രതിസന്ധികളിലൂടെ ലോകം കടന്നു പോകുമ്പോഴും സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപമായി തുടർന്നു. കോവിഡ് കാലത്ത് പോലും
ആഗോളതലത്തിലുള്ള കേന്ദ്ര ബാങ്കുകൾ അവരുടെ കരുതൽ ശേഖരം വൈവിധ്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി സ്വർണം വാങ്ങിക്കൂട്ടുന്നത് വിലവർദ്ധനവിന് കാരണമായിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടെ കേന്ദ്ര ബാങ്കുകളുടെ സ്വർണ്ണ ശേഖരം ഇരട്ടിയായിട്ടുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കരുതൽ ശേഖരത്തിൽ സ്വർണത്തിന്റെ പങ്ക് 2023 സെപ്റ്റംബറിലെ 8.1% നിന്ന് 2025 സെപ്റ്റംബറിൽ 14% ഉയർത്തി. കേന്ദ്ര ബാങ്കുകൾ ഡോളറിനോടുള്ള ആശ്രയത്വം കുറയ്ക്കാൻ ശ്രമിക്കുന്നതിന്റെ സൂചനയായി ഇതിനെ കാണാം. അതായത് സ്വർണത്തിലാണ് ഇനിയുള്ള കാലത്തെ സമ്പാദ്യമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ആഭരണങ്ങൾ വാങ്ങുന്നതിന് പകരം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ സോവറിൻ ഗോൾഡ് ബോണ്ട് സ്കീം അടക്കം പ്രയോജനപ്പെടുത്താവുന്നതാണ് സ്വർണ്ണ നിക്ഷേപത്തിനായി. ഇന്ത്യൻ കുടുംബങ്ങളുടെ കൈവശമുള്ള $3.8 ട്രില്യൺ സ്വർണം രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയുടെ ആഴത്തിലുള്ള അടിത്തറയാണ്. ഈ $1 ട്രില്യൺ മൂല്യമുള്ള സമ്പാദ്യത്തിന്റെ സാധ്യതകളെ തിരിച്ചറിഞ്ഞ് അതിനെ ഉൽപാദനപരമായ വളർച്ചയിലേക്ക് എത്തിക്കുന്ന നയങ്ങളാണ് ഇനി ഇന്ത്യക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. ഈ പരിവർത്തനം വിജയിച്ചാൽ ഇന്ത്യയുടെ സാമ്പത്തിക ഭാവിയെ തടുക്കാൻ ലോകശക്തികൾക്ക് പോലും സാധിക്കില്ലെന്ന് വിലയിരുത്തുന്നു.